പ്രവാസ ലോകത്തെ വാർത്തകൾ. RBI ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പുനഃപരിശോധിക്കുന്നു. രൂപയെ അന്താരാഷ്ട്ര കറൻസിയായി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ $30 ബില്യൺ പണമൊഴുക്ക് കണക്കിലെടുത്ത് RBI പണമൊഴുക്ക് പദ്ധതി പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നു. ഈ പദ്ധതിക്ക് കീഴിലുള്ള നിയമചട്ടക്കൂട്, വാർഷിക പരിധികൾ, അനുവദനീയമായ ഉദ്ദേശങ്ങൾ, പേയ്മെന്റ് രീതികൾ എന്നിവയുടെ സമഗ്രമായ അവലോകനം കേന്ദ്ര ബാങ്ക് നടത്തിവരികയാണ്. വിദേശ വിനിമയ നിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതികൾ വരുത്തുന്നതിനുള്ള ഒരു പുതുക്കിയ ചട്ടക്കൂടും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുവദനീയമായ ഇടപാടുകൾ വിപുലീകരിക്കുക, മാർഗനിർദ്ദേശങ്ങൾ യുക്തിസഹമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് മണി ട്രാൻസ്ഫർ സർവീസ്, റുപ്പി ഡ്രോയിംഗ് അറേഞ്ച്മെന്റ് സ്കീമുകൾ എന്നിവയ്ക്കും സമാനമായ അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അന്താരാഷ്ട്ര ധനകാര്യ കേന്ദ്രങ്ങളിൽ വിദേശ കറൻസി നിക്ഷേപം നടത്താൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിനായി RBI പദ്ധതിയിൽ ഭേദഗതി വരുത്തിയിരുന്നു. ബാങ്കുകൾക്കുള്ള പ്രതീക്ഷിക്കുന്ന ക്രെഡിറ്റ് ലോസ് ചട്ടക്കൂട് ഔപചാരികമാക്കുന്നതിനെക്കുറിച്ചും മൂന്നാംകക്ഷി ഓഫറുകൾ ഉൾപ്പെടെ നിയന്ത്രിത സ്ഥാപനങ്ങൾ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ തെറ്റായി വിൽക്കുന്നത് തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും 2024-25 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. സാങ്കേതികവിദ്യ, സൈബർ ഭീഷണികൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതകൾക്കിടയിൽ സാമ്പത്തിക മേഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള RBIയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപ് താരിഫുകളെ ന്യായീകരിച്ച് വൈറ്റ് ഹൌസ്. വ്യാപാര കരാറുകൾ പുനഃസന്തുലിതമാക്കൽ. ആക്ടിവിസ്റ്റ് ജഡ്ജിമാരുടെ വിധിക്കെതിരെ ട്രംപ് താരിഫുകളെ വൈറ്റ് ഹൌസ് ന്യായീകരിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് ലോകം മുഴുവനുള്ള നമ്മുടെ വ്യാപാര കരാറുകൾ പുനഃസന്തുലിതമാക്കുകയാണ്. കോടിക്കണക്കിന് ഡോളർ താരിഫ് വരുമാനം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവിറ്റ് പറഞ്ഞു. ട്രംപിന്റെ ഏപ്രിൽ 2 ലിബറേഷൻ ഡേ താരിഫുകൾ ഒരു ഫെഡറൽ കോടതി അസാധുവാക്കിയതിനു ശേഷമാണ് കാരോലിൻ ഇക്കാര്യം പറഞ്ഞത്. ട്രംപ് ഭരണകൂടം ഇതിനകം തന്നെ അടിയന്തര അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കേസ് സുപ്രീംകോടതി വരെ കൊണ്ടുപോകാൻ തയ്യാറാണെന്നും ലീവിറ്റ് പറഞ്ഞു. ഈ പോരാട്ടം സുപ്രീംകോടതി വരെ നീളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വിധി എത്ര പരിഹാസ്യമാണ്. ഭരണകൂടം വിജയിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഞങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർ പറഞ്ഞു. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ആഗോള താരിഫ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തെ ബുധനാഴ്ച US കോടതി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് തടഞ്ഞു. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് നടപ്പിലാക്കുന്നതിലൂടെ ട്രംപ് തന്റെ എക്സിക്യൂട്ടീവ് അധികാരം അതിക്രമിച്ചു എന്ന് വിധിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് പാനൽ പറഞ്ഞു. എന്നാൽ അപ്പീൽ വാദം കേൾക്കുന്നതുവരെ തീരുമാനത്തിൽ ഒരു താൽക്കാലിക വിരാമം വ്യാഴാഴ്ച UL ഫെഡറൽ അപ്പീൽ കോടതി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. അഫ്ഗാൻ പൗരന്മാർക്കായി ഇന്ത്യ പുതിയ വിസ സംവിധാനം ആരംഭിച്ചു. മെഡിക്കൽ, ബിസിനസ്, വിദ്യാർത്ഥി വിസകൾ ഉൾപ്പെടെ 6 വിഭാഗങ്ങളിലായി ഇന്ത്യൻ വിസകൾക്ക് അപേക്ഷിക്കാം. അഫ്ഗാൻ പൗരന്മാർക്ക് പുതിയ വിസ മൊഡ്യൂൾ നിലവിലുണ്ടെന്നും 6 വിഭാഗങ്ങളിലായി ഇന്ത്യൻ വിസകൾക്ക് അപേക്ഷിക്കാമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മെഡിക്കൽ വിസ, മെഡിക്കൽ അറ്റൻഡന്റ് വിസ, ബിസിനസ് വിസ, എൻട്രി വിസ, സ്റ്റുഡൻസ് വിസ, UN നയതന്ത്ര വിസ എന്നിവയാണ് ഇവയെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പഴയ വിസ മൊഡ്യൂൾ നിർത്തലാക്കിയതായും ജയ്സ്വാൾ അറിയിച്ചു. അഫ്ഗാൻ പൗരന്മാർക്കുള്ള വിസ മൊഡ്യൂൾ ഏപ്രിൽ 29 മുതൽ പ്രാബല്യത്തിൽ വന്നു. പഴയ പോളിസി പ്രകാരം നൽകിയ വിസകളിൽ ഇന്ത്യയിൽ കഴിയുന്ന അഫ്ഗാൻ പൗരന്മാർക്ക് ഇപ്പോൾ അത് പുതിയ പോളിസി അനുസരിച്ച് മാറ്റേണ്ടിവരും. സാഹചര്യമനുസരിച്ച് അവർ ഡൽഹിയിലോ ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ഉള്ള ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസറെ സമീപിക്കേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപേക്ഷകർ പേര്, ജനനത്തീയതി, ദേശീയത, എക്സ്പയറി തീയതി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളടങ്ങിയ അഫ്ഗാൻ നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. ബിസിനസ് കാർഡുകൾ, ഇൻവിറ്റേഷൻ ലെറ്റർ മുതലായവ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇംഗ്ലീഷിലായിരിക്കണം. അല്ലാത്തപക്ഷം അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെത്തുമ്പോൾ അപേക്ഷകന്റെ ബയോമെട്രിക് വിശദാംശങ്ങൾ ശേഖരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിലെ മാധ്യമങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മീഡിയ കൗൺസിൽ. വ്യാജവാർത്തകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ എന്നിവ തടയുന്നതിനും ഉള്ളടക്കങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമാണ് നടപടി.
40 വർഷത്തിനിടെ പുറപ്പെടുവിക്കുന്ന ആദ്യ മാധ്യമ നിയന്ത്രണമാണിത്. ഇത് സ്ഥാപനങ്ങളും വ്യക്തികളും നടത്തിവരുന്ന എല്ലാ മാധ്യമ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരിക്കും. നിർദ്ദിഷ്ട നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും കീഴിൽ ഇനി മുതൽ വ്യക്തികൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിക്കാനാകും. കൂടാതെ രാജ്യത്ത് പ്രചരിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന മാധ്യമ ഉള്ളടക്കത്തിന് 20 പുതിയ മാനദണ്ഡങ്ങളും പുതിയ നിയമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം തടയുക, ഉള്ളടക്കവും പരസ്യവും തമ്മിലുള്ള ആശയക്കുഴപ്പം തടയുക, പരസ്യ സന്ദേശങ്ങൾ വ്യക്തമായിരിക്കുക, ആരോഗ്യ പരസ്യങ്ങൾ പോലുള്ള മേഖലകളിൽ അനധികൃത ഉള്ളടക്കം ഒഴിവാക്കുക എന്നിവയാണ് നിയന്ത്രണങ്ങൾ. നിയമലംഘനം നടത്തുന്നവർക്ക് 10 ലക്ഷം ദിർഹം വരെയായിരിക്കും പിഴ ലഭിക്കുന്നത്. ലംഘനം ആവർത്തിക്കപ്പെട്ടാൽ പിഴ 20 ലക്ഷം ദിർഹം വരെയുമാകാം. കൂടാതെ സ്ഥാപനത്തിന്റെ ലൈസൻസും മറ്റ് അംഗീകാരങ്ങളും റദ്ദാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ പകുതിയായി കുറഞ്ഞു. വേനലവധി, ബലിപെരുന്നാൾ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിമാന ടിക്കറ്റ് നിരക്കുകൾ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. ഒമാനിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിലെ ടിക്കറ്റ് നിരക്കുകളിലാണ് ഈ പ്രകടമായ മാറ്റം. സാധാരണ നിലയിൽ പെരുന്നാൾ അവധി അടുക്കുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരും. വരും ദിവസങ്ങളിൽ മസ്കറ്റ് കോഴിക്കോട് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ 53 ഒമാനി റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നുണ്ട്. മസ്കറ്റ് കൊച്ചി സർവീസിന് 66 റിയാലും ടിക്കറ്റ് ലഭ്യമാണ്. നിലവിൽ കണ്ണൂരിലേക്ക് 62 റിയാലും തിരുവനന്തപുരത്തേക്ക് 73 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. ഈ റൂട്ടുകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ യാത്ര ചെയ്തിരുന്നവർ ഇരട്ടി തുക മുടക്കിയാണ് യാത്ര ചെയ്തത്. സാധാരണ നിലയിൽ വേനലവധി, പെരുന്നാളവധി എന്നിവ പ്രമാണിച്ച് പ്രവാസികൾ നാട്ടിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഇത്തവണ ടിക്കറ്റ് നിരക്കിലെ വർധനവ് ഭയന്ന് പലരും നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ വിമാന കമ്പനികൾ പ്രതിസന്ധിയിലാവുകയും ടിക്കറ്റ് നിരക്കുകൾ ഉയർത്താതെ കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ നിർബന്ധിതരാകുകയും ആയിരുന്നുവെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.